ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്ത് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും തമ്പ്നെയിൽ കണ്ടപ്പോൾ. എങ്ങനെ നമുക്ക് ഫേഷ്യൽ ഫാറ്റും ഡബിൾ ചിന്നും നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. എൻ്റെയൊക്കെ ഒരു ശരീരപ്രകൃതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് മുഖമാണ് മത്തങ്ങ പോലെ ആവുന്നത്. അതിന് ശേഷമാണ് എൻ്റെ ബോഡിയിലോട്ട് ഫാറ്റ് പോവുക എന്തെങ്കിലും തടിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പണ്ടേ ഉള്ളൊരു ഇൻസെക്യൂരിറ്റിയാണ് ഈ ഫേസിൽ ഇങ്ങനെ ഡബിൾ ചിന്ന് വരുന്നതും ഫേസിൽ ഭയങ്കരമായിട്ട് തടിച്ചുള്ള വീർത്ത പോലെ വരുന്നത്. എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. അപ്പോൾ അന്നേ ഞാൻ ചെയ്യുന്ന കുറച്ച് എക്സസൈസസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പം ഞാൻ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്കറിയാം മത്തങ്ങ പോലെ ആയിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്കും കൂടി ഇത് പറഞ്ഞു തന്നുകൂടാന്ന്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫേഷ്യൽ ഫാറ്റും ഡബിൾ ചിന്നും മാത്രമല്ല വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിന്ന് ആവും നിങ്ങളുടെ സ്കിന്ന്. പിന്നെ ഏജ് ഞങ്ങൾക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സ്ലിം ഫേസ് നമുക്ക് കിട്ടും ഇത് ചെയ്യുമ്പോൾ. പിന്നെ വേറെ 2 ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുരുക്കളും പാടുകളും നന്നായിട്ട് കുറയും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരെയും ഡൗട്ടാണ് ഇത് എന്തുകൊണ്ടാണ് ഈ ഫേസ് ഇങ്ങനെ തടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ചിൻ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും സാച്ചുറേറ്റഡ് ഫാറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ സോഡിയം ധാരാളമുണ്ട്. അപ്പോൾ ഈ സോഡിയം നമ്മൾ ബോഡിയിലുള്ള വാട്ടറെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും വെള്ളം കുടിക്കുക. എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം ശരിക്കും വെള്ളം കൂടി നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഏത് എക്സസൈസ് എടുത്താലും ഇപ്പോൾ ജിമ്മിൽ പോയാലും നമുക്ക് വാമപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫേഷ്യൽ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേയും നമുക്കൊരു വാമപ്പ് ഉണ്ട്. വാമപ്പിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫേസ് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ടാപ്പ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫേസിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അതിനാണ് ഫേസ് നന്നായി ടാപ്പ് ചെയ്യാനുള്ളത്. ഒരു 5 ടൈംസ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും. ലെഫ്റ്റ്, റൈറ്റ്, മുകളിലോട്ട്, ഓക്കെ. അപ്പോൾ നമ്മുടെ വാമപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ എക്സസൈസിലോട്ട് പോവാം. ഓക്കെ, എക്സസൈസ് ബലൂൺ പോസ് അല്ലെങ്കിൽ പഫി ചീക്സ്. അതാണ് ഫസ്റ്റ് എക്സസൈസ്. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ മങ്കി ഫേസ് ആയല്ലോ. ഐസ് നല്ല വൈഡർ ആയിരിക്കണം. പ്ലസ് ഈ 2 ഫിംഗേഴ്സാണ് ഞാൻ യൂസ് ചെയ്തത്. ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തതിന് കാരണമുണ്ട്. മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും നമ്മുടെ ബ്രെയിനിലോട്ടും നെർവസ് സിസ്റ്റത്തിലോട്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ഫിംഗേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഇത് 3 സെറ്റാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. റിലാക്സ്. ഇതിപ്പോൾ ഞാൻ ഒന്നേ കാണിക്കുന്നുള്ളൂ, ബാക്കി 2 സെറ്റ് നിങ്ങൾ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഫിഷ് ലിപ്സ് അല്ലെങ്കിൽ ഫിഷ് പോസ് എന്ന് നമുക്കതിനെ വിളിക്കാം. അതായത് മീനിൻ്റെ ചുണ്ടുകൾ പോലെ നമ്മൾ ചുണ്ട് വയ്ക്കണം. ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ ആക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജോ നല്ല ഷാർപ്പായിട്ട് നമുക്ക് വരും. ഫേസിൽ നല്ല ഷാർപ്പ് ഫീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. ഇതും സെയിം പോലെ തന്നെ 3 സെറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ എക്സസൈസ് ബിഗ് ഓ പൊസിഷനാണ്. അതായത് ഓ ആക്കണം നമ്മളിങ്ങനെ.
അത് നമ്മുടെ പല്ല് കണ്ടുകൂടാ. ഇവിടെ നമ്മൾ ഈ ഒരു റീജിയനിൽ നമ്മൾ ഓ ആക്കണം. ഇത് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറും. ഈ ഒരു ഓ പൊസിഷൻ ചെയ്യുമ്പോൾ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതും 3 സെറ്റാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഞാനിപ്പം എല്ലാം ഓരോ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ 3 സെറ്റ് ഫുള്ള് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോൻ്റെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ ഓരോ സെറ്റ് ചെയ്യുന്നത്. 4ാമത്തെ എക്സസൈസ് ഇ ഒ എന്ന് നമ്മൾ പറയണം. അതായത് കുറച്ച് വൈഡ് ആക്കിയിട്ട് വേണം പറയാനുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ. ഇ ഒ ഇ ഒ ഇതും 3 സെറ്റാണ് ചെയ്യാനുള്ളത്. ഇതിൽ ഓരോ സെറ്റിൽ 10 എണ്ണം വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ചെയ്യാം. ഇ ഒ ഇ ഒ ഇ ഒ ഇ ഒ ഇ ഒ ഇ ഒ ഇ ഒ ഇ ഒ ഇ ഒ ഇ ഒ. 5ാമത്തെ എക്സസൈസ് അപ്സൈഡ് എക്സ്ഹലേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബോഡിയുടെ ടോക്സിൻസ് ഫുള്ള് പുറത്തോട്ട് പോകും. ഇതും നമ്മൾ ചെയ്യുന്നത് 3 സെറ്റായിട്ട് ചെയ്യണം. മുകളിലോട്ട് നോക്കിയിട്ട് എക്സ്ഹൈൽ ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. മുകളിലോട്ട് നോക്കുക. ആറാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ജോ ഓപ്പണർ അല്ലെങ്കിൽ വൈഡ് ഓപ്പൺ മൗത്ത്. അതാണ് 6ാമത്തെ എക്സസൈസ്. അപ്പോൾ ഇതും നിങ്ങൾ 3 സെറ്റ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നല്ല വൈഡായിട്ട് തന്നെ ഓപ്പൺ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഇനി 7ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ചൂയിങ് ആണ്. മുകളിലോട്ട് നോക്കിയിട്ട് ചവയ്ക്കണം. നമ്മൾ സാധാ ആഹാരം കഴിക്കുമ്പോൾ ചവയ്ക്കത്തില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ചവയ്ക്കത്തില്ലേ, അതുപോലെ മുകളിലോട്ട് നോക്കിയിട്ട് ചവയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ മസിൽസൊക്കെ കുറച്ചൊന്ന് ആക്റ്റീവായി തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ സെറ്റിലും 10 എണ്ണം വെച്ചിട്ട് 3 സെറ്റാണ് ഇതിൽ ചെയ്യാനുള്ളത്. 8ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ആൻഡ് ച്യൂ. അതായത് നമ്മൾ പണങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ ആക്കത്തില്ലേ, പുച്ഛിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആക്കത്തില്ലേ, അതുപോലെ ആക്കിയിട്ട് ചവയ്ക്കുക. അതാണ് അടുത്ത എക്സസൈസ്. അതായത് 3 സെറ്റാണ് ചെയ്യാനുള്ളത്. ഓരോ സെറ്റിലും 10 തവണ വീതം. ലാസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ ആണ് ലാസ്റ്റ് എക്സസൈസ്. അപ്പോൾ എല്ലാവരും കീപ് സ്മൈലിങ്, സ്റ്റേ സ്ട്രോങ് ആൻഡ് ബി ഹാപ്പി. നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ ഫേസിന് ഗ്ലോയോ ഒന്നും വരത്തില്ല നമുക്ക് സന്തോഷമില്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഹാപ്പി ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു പ്രത്യേക തരം ഗ്ലോ തന്നെ നമുക്ക് വരും. അതിൻ്റെ കൂടെ എക്സസൈസും കൂടെ ചെറിയൊരു പൊടിക്കൈയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ഗ്ലോയിങ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തന്നെ നമ്മളെ കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. പിന്നെ വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേഷ്യൽ എക്സസൈസ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഫേസിന് നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സ്റ്റേണലായിട്ട് നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. അതായത് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മെയിനായിട്ട് ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഫേഷ്യൽ എക്സസൈസ് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസറാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വൈറ്റമിൻ സി കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇത് സ്കിന്നിന് നല്ലതാണ്, ബ്രൈറ്റൻ ആക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ചൂയിങ് ഗം വിത്തൗട്ട് ഷുഗർ ഫ്രീ ചൂയിങ് ഗം കിട്ടും.
അത് ചവയ്ക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇവിടെയൊക്കെ ജോയൊക്കെ നല്ല ഷാർപ്പായിട്ട് വരും. അപ്പോൾ അതും കുറേയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഡബിൾ ചിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഷുഗർ ഫ്രീ തന്നെ കഴിക്കണം. കാരണം ഷുഗറും സോൾട്ടും ഒരിക്കലും നമുക്ക് നല്ലതല്ല ബോഡിക്ക്. അപ്പോൾ സോൾട്ട് ഇപ്പോൾ നമുക്ക് കറികളിലൊക്കെ ഉപ്പിടാണ്ട് പറ്റത്തില്ല. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ കുറച്ച് വേണം അത് ചെയ്യാൻ. ഷുഗർ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹണി ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ ഷുഗറുണ്ട്. അപ്പോൾ ഷുഗർ നമുക്കിപ്പോൾ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ഷുഗർ കിട്ടുന്നതേ ഉള്ളൂ. നാച്ചുറൽ ആയിട്ടുള്ളത് നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി. എക്സ്റ്റേണലായിട്ട് ഒരു റിഫൈൻഡ് ഷുഗർ നിങ്ങൾ കഴിക്കരുത്. കഴിച്ചാൽ ഈ ഫാറ്റ് കൂടും. ഇപ്പം എനിക്കും പറ്റിയത് അതാണ്. എനിക്ക് ചില സമയത്ത് ക്രേവിങ്സ് വരാറുണ്ട്. ഷുഗർ കേക്ക് കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം, ഡോണറ്റ്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് തടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇത് കുറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. സൗണ്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ മൈക്കില്ല ഗൈസ്. ഞാൻ ഇതുവരെയായിട്ട് മൈക്ക് മേടിച്ചിട്ടില്ല. മൈക്ക് മേടിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് മേടിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് എന്നോട് ശരിക്കും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്തായാലും അത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ Goodbye.